സോഷ്യൽ മീഡിയയുടെ കാലത്താണ് ടെലിവിഷൻ സീരിയലിലെ കണ്ടന്റിൽ സെൻസർഷിപ്പ് വേണമെന്ന് പറയുന്നത്. ഇത് ശരിക്കും എന്താണ്, കുറേ കൂടി ഒരു ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ളൊരു നിലപാടാണ്, സ്വേച്ഛാധിപത്യപരമായ നിലപാടാണ്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ മേൽ കത്തിവെക്കുന്നത്. ഏത് കണ്ടന്റിനെ കുറിച്ചും ഇനി ഏത് കമ്മീഷനും അഭിപ്രായം പറയാമല്ലോ, എന്നിട്ട് അതൊക്കെ സെൻസർ ചെയ്യണമെന്ന് പറയുന്ന ഭരണകൂടത്തിൻ്റെ കാലത്ത് ഇത് വളരെ അപകടകരമായ റിപ്പോർട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. 80കളിൽ ഈ പൈങ്കിളി വാരികൾ സജീവമായൊരു സമയമുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊക്കെ ഒരു 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ ഞാൻ ഈ പൈങ്കിളി വാരി വായിക്കും. അപ്പോൾ അത് തള്ളല്ല കേട്ടോ, മഡോണ തള്ളിയ പോലെ തള്ളല്ല. ഞാൻ ബാലരമ വായിക്കുന്നതിന് മുമ്പേ മംഗളവും മനോരമ വായിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അന്ന് അതിനൊരു കൾച്ചറൽ ആസ്പെക്റ്റ് ഉണ്ട്. അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ ആ സമയത്ത് തന്നെയാണ് ഈ സാക്ഷരതാ പ്രസ്ഥാനം കേരളത്തിൽ വ്യാപകമാകുന്നത്. ഈ സാക്ഷരതാ പ്രസ്ഥാനവും ഈ പൈങ്കിളി വാരികളും സമാന്തരമായിട്ടാണ് കേരളത്തിൽ മുന്നോട്ട് പോയത്. കാരണം ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിപോഷിച്ചിട്ടുണ്ട്. ഈ പൈങ്കിളി വാരിക വായിക്കാൻ വേണ്ടി ആളുകൾ അക്ഷരം പഠിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും മലയോര മേഖലയിലുള്ള ആളുകൾ, സ്കൂളിൽ പോയിട്ടില്ലാത്ത ആളുകൾക്ക് ഉണ്ടോ, അവർ ഈ പൈങ്കിളി വാരിക വായിക്കാൻ വേണ്ടി അക്ഷരം പഠിക്കാൻ തുടങ്ങി. അത് സാക്ഷരതാ പ്രസ്ഥാനത്തെ സഹായിച്ചു. സാക്ഷരതാ പ്രസ്ഥാനം ഈ പൈങ്കിളി വാരികളെയും സഹായിച്ചു. ഇത് പരസ്പരം പൂരകമായിരുന്നു. അപ്പോൾ ഇങ്ങനെ സന്നിഗ്ധഘട്ടത്തിൽ DYFI അന്ന് കത്തി നിൽക്കുന്ന ഒരു സമയമാണ്. DYFI ആണ് ഈ പ്രസിദ്ധീകരണങ്ങളെ പൈങ്കിളി വാരികൾ എന്ന് ആദ്യമായി വിളിക്കുന്നത്. ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്. അപ്പോൾ ഈ പൈങ്കിളി വാരികൾ സൃഷ്ടിക്കുന്ന സാംസ്കാരിക പരിസരത്തിന് DYFI വ്യാപകമായ പ്രചാരണം നടത്തിയിരുന്നു. അപ്പോൾ ഞാൻ ആലോചിക്കും, അപ്പോൾ എനിക്ക് അന്ന് അത്ര ആലോചന ശേഷിയിൽ എന്തുകൊണ്ടായിരിക്കും DYFI പോലെ ഒരു പുരോഗമന പ്രസ്ഥാനം ഈ പൈങ്കിളി വാരികൾക്കെതിരെ. കാരണം വെച്ചാൽ ഇതിൽ പ്രേമമുണ്ട്, ഒളിച്ചോട്ടമുണ്ട്, അവിഹിതമുണ്ട്, ഗർഭം ഉണ്ടാവുന്നുണ്ട്, കൗമാരക്കാരികൾ ഗർഭിണികളാവുന്നുണ്ട്, 5 വിദ്യാർത്ഥിനികൾ ചേർന്ന് ഒരു പാൽക്കാരൻ പയ്യനെ ബലാത്സംഗം ചെയ്യുന്ന കഥകളുണ്ട്. അങ്ങനെ വളരെ എന്താണ് പറയുക, ഡൈവേഴ്സ് ആയിട്ടുള്ള കഥാപരിസരങ്ങളാണ്. അപ്പോൾ ഇതിനെതിരെ എന്തിനായിരിക്കും? അപ്പോൾ ഇത് സാംസ്കാരികമായി നമ്മുടെ മലയാളി സമൂഹത്തെ ഇത് വായിക്കുന്ന ആളുകൾക്കും ആ സ്വഭാവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഈ സീരിയലിൻ്റെ പ്രാഗ്രൂപമാണ് ഈ പൈങ്കിളി വാരികൾ. ഏതാണ്ട് അതേ കഥകളാണ് ഈ സീരിയലിൽ പിന്നെ വരുന്നത്, ടെലിവിഷൻ പ്രചാരത്തിൽ വന്നതിന് ശേഷം വരുന്നതാണ്. അപ്പോൾ ഈ ഒരു ഇപ്പോൾ ദാവൂദ് സാഹിബ് അത് സംഭവിക്കുമെന്നറിയില്ല. ദാവൂദ് സാഹിബ് പറയുന്നത് ഇവർ മൊറാലിറ്റി ഇല്ലാത്തവരാണെന്നാണ്. ലെഫ്റ്റിനൊരു മൊറാലിറ്റി ഉണ്ട്. ആ മൊറാലിറ്റി നമ്മൾ ക്യാമ്പസുകളും കാണുന്നുണ്ട്. ഈ ലെഫ്റ്റ് മൊറാലിറ്റി അത് ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ടുമുണ്ട്. ആ മൊറാലിറ്റിയുടെ ഭാഗമായിട്ടാണ് എന്താ ബെഡ്റൂമിൽ ചെയ്യുന്നത്, നിങ്ങൾ തെരുവിൽ ചേരുന്നത്, പിണറായി വിജയൻ പ്രസംഗിക്കുന്നത്. മനസ്സിലാവുണ്ടോ? ഇപ്പോൾ ഈ സീരിയലുകളോടുള്ള ഈ ലെഫ്റ്റ് മൊറാലിറ്റിയുടെ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത് ഇതിൽ പറയുന്നത് ഒരു ലെഫ്റ്റ് ഫെമിനിസ്റ്റ് വ്യൂയോട് കൂടിയാണെന്ന്. ഇപ്പോൾ ഈ സതിദേവിയുടെ വിശദീകരണം ഞാൻ കേട്ടു. അതായത് സ്ത്രീകളാണ് ഈ സീരിയലുകളിൽ കൂടുതലും വില്ലൻ വേഷങ്ങളിൽ, അവർ കൂടുതലും വില്ലൻ വേഷങ്ങളിലാണ് വരുന്നത്. ഇതേ പ്രശ്നം സിനിമകളിൽ വില്ലൻ വേഷങ്ങൾ കൂടുതൽ വരുന്ന ആണുങ്ങളാണല്ലോ. അപ്പോൾ ഇത് ഈ ആണുങ്ങളെ സ്വാധീനിക്കാറുണ്ടോ? അപ്പോൾ ഇതൊരു എന്താണ് ഒരു ഫെമിനിസ്റ്റ് വേഷനാണ്. അതായത് സ്ത്രീകളെ സ്ഥിരമായി വില്ലൻ, അങ്ങനെയല്ലല്ലോ. അത് ഒരു കഥ പറഞ്ഞു പോകുന്നു, ആ കഥയിൽ എന്താണ് വില്ലൻ ഉണ്ടാവും. ഈ പറയുന്ന സീരിയലുകളൊക്കെ മഹത്തരമായ കലാസൃഷ്ടികളാണെന്നോ അത് സമൂഹത്തിനെ ഉദ്ധരിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന സ്വദേശ സൃഷ്ടികളാണെന്നൊന്നും എനിക്ക് വാദമില്ല. ഞാൻ പറയുന്നത് ഒരു കലാരൂപം എന്ന നിലയിൽ, അതൊരു എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു കണ്ടൻറ്റ് എന്ന നിലയിൽ ഇത് സമൂഹത്തെ ഉദ്ധരിക്കാനോ സമൂഹത്തെ നന്നാക്കാനോ സമൂഹത്തിൽ മാറ്റം വരുത്താനൊന്നും ഉദ്ദേശിക്കുന്നതല്ല. അവർ ആളുകളെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയാണ്. അതിൽ ചിലപ്പോൾ സ്ത്രീകളാണ് അതിൻ്റെ കൂടുതൽ പ്രേക്ഷകർ എന്ന നിലയ്ക്ക് അതിൽ നായികയും സ്ത്രീ ആയിരിക്കും, വില്ലനും സ്ത്രീ ആയിരിക്കും. സ്ത്രീകളിലാണ് പ്രധാനപ്പെട്ട അതിൻ്റെ പ്രേക്ഷകർ എന്ന നിലയിൽ. ഓക്കെ, അപ്പോൾ ഇതിനൊരു മാറ്റം വരണം, ഇതിൻ്റെ കണ്ടൻറ്റിൽ മാറ്റം വരണം. ഇത് ജനങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് വനിതാ കമ്മീഷൻ്റെ അഭിപ്രായമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അത്തരം കണ്ടൻറ്റുകൾ ഉണ്ടാക്കാൻ ആവശ്യമായ പണി നോക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ വനിതാ സംവിധായകർക്ക് പ്രത്യേകമായ ഗ്രാൻഡ് കൊടുത്തുകൊണ്ട് വനിതാ സംവിധായകരുടെ നേതൃത്വത്തിലുള്ള കലാമൂല്യമുള്ള സൃഷ്ടികൾ ധാരാളമായി ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ സിനിമകൾ അതിന് പലതും പുരസ്കാരവും ലഭിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് സീരിയലിൽ അങ്ങനെ ഇടപെടാൻ കഴിയാത്തത്? അത്തരം കണ്ടന്റുകൾ കൊണ്ടുവരാൻ പാകത്തിനുള്ള ക്രിയാത്മകമായ ഇടപെടൽ നടത്തുകയല്ലേ വനിതാ കമ്മീഷൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വനിതാ കമ്മീഷൻ സർക്കാരിനോട് ഉപദേശിക്കേണ്ടത്. ഈ തരം സീരിയലുകൾ ആളുകളുടെ സ്വാധീനിക്കുന്നു, അതിൽ തെറ്റായ പ്രവണതകൾക്ക് സമൂഹത്തിൽ ഉണ്ടാക്കുന്നു എന്നാണ് വനിതാ കമ്മീഷൻ്റെ കണ്ടെത്തലും. അവരാകെ 400 പേരെ സർവേ ചെയ്തിട്ടാണ് ഈ റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. കേരളത്തിൽ 400 പേരുടെ കണ്ട് സർവേ ചെയ്താണെന്നാണ് പറയുന്നത്. അങ്ങനെയല്ലേ സർക്കാരിനോട് ചെയ്യേണ്ടത്? അതിനപ്പുറം ഇത് സെൻസർ ബോർഡ് വേണം. അതുപോലെ ഇത്തരം കണ്ടന്റുകൾ തടയണം. മെഗാ സീരിയൽ തടയണമെന്ന അഭിപ്രായമില്ല എന്നിപ്പോൾ പറയുന്നുണ്ട്. ഇത് MC ജോസഫിൻ വനിതാ കമ്മീഷൻ അധ്യക്ഷയായിരുന്ന സമയത്ത് നടത്തിയ പഠനമാണ്. അത് ഇപ്പോൾ പേര് മുഴുവൻ അന്ന് തീരുമാനിച്ച് നടത്തിയ പഠനമാണ്. ഓക്കെ, അതിന് പകരം ഇത് കണ്ടന്റിൽ സെൻസർഷിപ്പ് വേണമെന്നൊക്കെ പറയുന്നത് ഏത് കാലത്താണ്? സോഷ്യൽ മീഡിയയുടെ കാലത്താണ് ടെലിവിഷൻ സീരിയലിലെ കണ്ടന്റിൽ സെൻസർഷിപ്പ് വേണമെന്ന് പറയുന്നത്. ഇത് ശരിക്കും എന്താണ്, കുറേ കൂടി ഒരു ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ളൊരു നിലപാടാണ്, സ്വേച്ഛാധിപത്യപരമായ നിലപാടാണ്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ മേൽ കത്തിവെക്കുന്നത്. ഏത് കണ്ടന്റിനെ കുറിച്ചും ഇനി ഏത് കമ്മീഷനും അഭിപ്രായം പറയാമല്ലോ, എന്നിട്ട് അതൊക്കെ സെൻസർ ചെയ്യണമെന്ന് പറയുന്ന ഭരണകൂടത്തിൻ്റെ കാലത്ത് ഇത് വളരെ അപകടകരമായ റിപ്പോർട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കണ്ടന്റിൽ കത്രിക വയ്ക്കാനുള്ള അധികാരം ഭരണകൂടത്തിന് കൊടുക്കണം. അത് സംസ്ഥാന സർക്കാരിന് പറ്റുമില്ല എന്നുള്ളത് വേറെ കാര്യം.
അത് കേന്ദ്രം തീരുമാനിക്കണം, അങ്ങനെ ഒരു നിയമം വരണം, ഈ സെൻസർ ബോർഡ് വരണമെങ്കിൽ. ഇത് വളരെ എന്താണ് പറയുക, ഒരു ലെഫ്റ്റ് മൊറാലിറ്റിയിൽ നിന്നുകൊണ്ട് വളരെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ കത്തിവെക്കുന്ന തരത്തിലുള്ള ഒരു സ്വേച്ഛാധിപത്യപരമായ ഒരു നിർദ്ദേശമായിട്ടാണ് എനിക്ക് തോന്നുന്നത്.